Hey guys, this is Best Carpix. നമ്മൾ കഴിഞ്ഞ ദിവസം ഹോണ്ട അവരുടെ 0 സീരീസ് വാഹനങ്ങളിലെല്ലാത്തിനും പ്രൊജക്റ്റ് അങ്ങോട്ട് സ്ക്രാപ്പ് ചെയ്തു അല്ലെങ്കിൽ പ്രൊജക്റ്റ് ഉപേക്ഷിച്ചു എന്നതിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ചധികം ലെങ്തി ആയിപ്പോയി, ഒരുപാട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞായിരുന്നു. വളരെ ശരിയാണ്. അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അത്യാവശ്യം ക്രിസ്പായിട്ട് വയ്ക്കാം. സംഭവമൊന്നുമില്ല, ഹോണ്ട അവരുടെ 0 സീരീസ് SUV, അതായത് 0 സലൂൺ ആയിക്കോട്ടെ, 0 SUV ആയിക്കോട്ടെ, പിന്നെ അക്യൂറയുടെ ഒരു വണ്ടി ഉണ്ടായിരുന്നു, അക്യൂറ RSX. ഈ 3 വണ്ടികളുടെയും പ്രൊഡക്ഷൻ ഇതിൻ്റെയൊക്കെ പരിപാടികളാണ് ഷെൽഫ് ചെയ്തത്. പക്ഷേ നമ്മുടെ ഇന്ത്യയിലേക്ക് വരാൻ പോകുന്ന വണ്ടി, അതായത് 0 ആൽഫ എന്ന് പറഞ്ഞ SUV ഉണ്ടായിരുന്നു. ഈ വണ്ടി അതിൻ്റെ പരിപാടി അവർ നിർത്തിയിട്ടില്ലായിരുന്നു. ആൻഡ് ഈ ബാക്കി വണ്ടികളെല്ലാം ക്യാൻസൽ ചെയ്ത സമയത്ത് തന്നെ അവർ ഇന്ത്യയിൽ ഈ വാഹനത്തിൻ്റെ ടെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ഒരു ചെറിയ ഇവൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഇവൻറ്റ് മീൻസ് ജസ്റ്റ് ഒരു ഫ്ലാഗ് ഓഫ് പോലത്തെ ഒരു പരിപാടി. സോ അതാണ് അതിൻ്റെ ഫോട്ടോസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഈ വണ്ടി അവരിതിന് മുന്നേ ഇവിടെ കാണിച്ചിട്ടുള്ളതാണ്. ഇവിടെ മീൻസ് മൊത്തത്തിൽ വേൾഡ് വൈഡ് ആയിട്ടൊരു ഗ്ലോബൽ ഡെബ്യൂ അവർ നടത്തിയിട്ടുണ്ടായിരുന്നു 0 സീരീസിലുള്ള വണ്ടികളിലെല്ലാം. അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആൻഡ് ഈ 0 ആൽഫ എന്ന് പറഞ്ഞ വണ്ടി നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ പ്രൊഡക്ഷൻ സ്പെക് വേർഷനാണ് അവരിപ്പം ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അന്ന് കണ്ടത് കോൺസെപ്റ്റലൈസ്ഡ് ആയിട്ടുള്ള വാഹനങ്ങളായിരുന്നു, ഇൻറ്റീരിയേഴ്സ് ഒന്നും തന്നെ ഇല്ലായിരുന്നു. പക്ഷേ ഈ വണ്ടി കാണുമ്പോഴും ഓൾമോസ്റ്റ് അവർ കാണിച്ച കോൺസെപ്റ്റുമായിട്ടൊക്കെ അത്യാവശ്യം നീതി പുലർത്തിയിട്ടുണ്ട് ഡിസൈൻ്റെ കാര്യത്തിൽ. നമുക്ക് ഫ്രണ്ടിലത്തൊക്കെ അത്യാവശ്യം നല്ലൊരു ബോക്സി ഷേപ്പ് ഡിസൈനാണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് മറ്റേ സ്പ്ലിറ്റ് ഹെഡ് ലാംപ്സിൻ്റെ പരിപാടിയൊന്നുമില്ല, എല്ലാ ഹെഡ് ലാംപ്സും മുകളിലായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അത്യാവശ്യം നല്ലൊരു റഗഡായിട്ടുള്ള ബമ്പേഴ്സിൻ്റെ ഒരു ഡിസൈൻ പോലെയൊക്കെ വന്നിട്ടുണ്ട്. അതാണ് ഫ്രണ്ട് ഡിസൈൻ വരുന്നത്. ഇനി സൈഡ് ഡിസൈൻ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് 19 ഇഞ്ചെങ്കിലും അലോയ്സ് മിനിമം ഉണ്ടാകും, 20 ഇഞ്ച് വരെ മാക്സിമം പോകാം, കാരണം ഇത്രയും സൈസുള്ള വണ്ടിയാണ്. സർപ്രൈസിംഗ്ലി ഇതിൻ്റെ സൈഡ് മിറേഴ്സിൻ്റെ ക്യാപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കവർ എലവേറ്റിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. സോ എലവേറ്റിൻ്റെ കുറച്ച് സാധനങ്ങളും ഇതിനകത്തുണ്ട്. അതല്ലാതെ ബാക്കിയെല്ലാം നല്ല വ്യത്യാസമുണ്ട്. നല്ല പക്ക ബോക്സി പ്രൊപ്പോർഷൻസിലാണ് ഈ വണ്ടി വരുന്നത്. ഈവൻ ഇതിൻ്റെ റിയർ വിൻഡോ ആണെങ്കിലും അവിടെ ഒരു സൺഷെയ്ഡ് അല്ലെങ്കിൽ സൺബ്ലൈറ്റ് നമുക്ക് കാണാം. അതുമാത്രമല്ല അതിൻ്റെ ഗ്ലാസ് ഏരിയ ആക്ച്വലി വളരെ കുറവാണ് റിയർ വിൻഡോസിൻ്റെ. അത് ഒരു ഡിസൈൻ ഫ്ലോ ആയിട്ട് വരുമല്ലെന്നൊക്കെ നമുക്കിനി കണ്ടറിയാം. പിന്നെ ബാക്കിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ ഒരു സി പില്ലറിൻ്റെ ഏരിയയും അവിടെയും നല്ല തിക്കായിട്ടുള്ള ബോഡി പാനലാണ് വരുന്നത്. വേറെ ക്വാർട്ടർ ഗ്ലാസോ കാര്യമൊന്നും കൊടുത്തിട്ടില്ല. അത് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി ലൈറ്റിംഗ് കയറിയതിന് വണ്ടിയുടെ ഒരു ലുക്കും കുറച്ചും കൂടെ കൈൻഡ് ഓഫ് ബെറ്റർ ആവുമോ അതോ MP ആവുമോ എന്നറിയില്ല. പക്ഷേ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വന്നേനെ. ഇനി ഇതിൻ്റെ മൊത്തത്തിലുള്ള റൂഫിൻ്റെ ഡിസൈനൊക്കെ നോക്കുകയാണെങ്കിലും പാനോറാമിക് സെൻറ്റർ കൊടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ അകത്ത് ക്ലിയർ ആയിട്ട് കാണില്ലായിരിക്കും, പക്ഷേ അതിന് ചെറിയൊരു കട്ടൗട്ട് ഉണ്ട്, ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. നമ്മുടെ ബാക്കിലത്തെ ഡോറിൻ്റെ കുറച്ചും കൂടെ ബാക്കിലോട്ട് അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ ഡിസൈൻ തന്നെ ഇങ്ങനെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു, പ്രത്യേകിച്ച് റൂഫ് റെയിൽസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. നല്ലൊരു ഫ്ലാറ്റായിട്ടാണ് റൂഫ് വെച്ചിരിക്കുന്നത്. ഫ്ലാറ്റ് റൂഫിൻ്റെ കൂടെ തന്നെ നല്ല ഫ്ലാറ്റായിട്ടുള്ളൊരു സ്പോയിലർ ഒരു ബാക്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും നല്ല പക്ക ഫ്ലഷ് ഫിറ്റിംഗ് പോലെയാണ് ഇരിക്കുന്നത്. അത് നമ്മുടെ മറ്റേ വിൻഡോ ഏരിയ ഇങ്ങനെ വട്ടത്തിൽ കറങ്ങി ഒരു ഓവൽ ഷേപ്പിൽ വരുന്നു. അതിൻ്റെ ബാക്കിൽ ചെറിയതായിട്ട് പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കുന്ന പോലെ നമ്മുടെ സ്പോയിലറും വന്നിട്ടുണ്ട്. ഒരു ആഫ്റ്റർ തോട്ട് പോലെ തോന്നുന്നില്ല. ആൻഡ് അഗെയിൻ റിയർ ഡിസൈൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രണ്ടിൽ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം റഗഡായിട്ടുള്ള ബമ്പേഴ്സാണ് വരുന്നത്. പിന്നെ ടെയിൽ ലാംപ്സ് എല്ലാം മുകളിലാണ്. ഇവരുടെ ചില പഴയ വണ്ടികളിലൊക്കെ CRVയുടെയൊക്കെ ഓർമ്മ വരുമെന്ന് ചോദിച്ചാൽ ഇല്ല. എനിക്ക് വേറെ എന്തൊക്കെയോ വണ്ടികളൊക്കെയാണ് ഓർമ്മ വരുന്നത്. കിയയുടെ ഏതൊക്കെ വണ്ടികളൊക്കെ എനിക്ക് ഓർമ്മ വരുന്നു, പണ്ടത്തെ കിയ സോളാണെന്ന് തോന്നുന്നു. എന്താണെങ്കിലും ഹോണ്ടയുടെ വണ്ടികളുടെ ഡിസൈനുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിസൈൻ. ഇത് ഇഷ്ടപ്പെടുമില്ല എന്നുള്ളതൊക്കെ കംപ്ലീറ്റ്ലി നിങ്ങളെ അനുബന്ധിച്ചിരിക്കും. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത്. എനിവേ അത് പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് എന്താണ് ഡിസൈനെ പറ്റിയുള്ള അഭിപ്രായം എന്നെന്തായാലും താഴെ കമൻസിൽ പറഞ്ഞേക്ക്. എനിക്കിത് കുറച്ച് ഓവർ ദ ടോപ്പായിട്ട് തോന്നി, പ്രത്യേകിച്ച് ഹോണ്ടയുടെ ഡിസൈൻസിൻ്റെ കാര്യത്തിൽ എടുക്കുമ്പം അവർ കോൺസെപ്റ്റ് വണ്ടി കാണിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു പ്രൊഡക്ഷനിലേക്ക് വരുമ്പോഴേക്കും കുറച്ചും കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാതിരിക്കുന്നു. പക്ഷേ ഇല്ല. ഇനി ഇൻറ്റീരിയറിനെ കുറിച്ച് 5 ഷോട്ട്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ നമുക്ക് ഒരു ഹെക്സഗൺ അല്ല, അങ്ങനത്തെ ഒരു, അതായത് ടോപ്പിലും ബോട്ടമിലും രണ്ടും ഫ്ലാറ്റായിട്ട് നിൽക്കുന്നൊരു സ്റ്റിയറിംഗ് വീലാണ് കിട്ടുന്നത്. സ്റ്റിയറിംഗ് മോഡ് കൺട്രോൾസ് ഉണ്ട്. പിന്നെ പുതിയ സ്റ്റിയറിംഗ് വീലാണ്. ഇതും നമ്മളിതുവരെ ഹോണ്ടയുടെ വണ്ടിയിൽ കാണാത്ത ടൈപ്പിലുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ്. പിന്നെ സെൻട്രൽ കൺസോളിൻ്റെ ഡാഷ്ബോർഡ് മൊത്തത്തിൽ അവർ കവർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് വേറൊന്നും അറിയില്ല. എനിവേ ഓട്ടോ ഡിമിങ് എയർ വ്യൂംസ് ഉണ്ട് എന്നുള്ള കാര്യം പറയാം. പിന്നെ നമ്മുടെ ഡോറിൻ്റെ സൈഡിലായിട്ട് ചെറിയ ട്വീറ്റേഴ്സും കാര്യങ്ങൾ, ഡോറിൻ്റെ എലപ്പൻ്റെ പില്ലേഴ്സിൻ്റെ അവിടെയായിട്ട് ട്വീറ്റേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു പുതിയ മറ്റേ ഇലക്ട്രിക് കാറ്റഗറിയിലുള്ളതും അതുപോലെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം, അതായത് നമ്മുടെ ഡെഡിക്കേറ്റഡ് EV പ്ലാറ്റ്ഫോമിൽ വരുന്ന വണ്ടികളൊക്കെ ആയതുകൊണ്ട് ടെക്കിൻ്റെ കാര്യത്തിൽ എന്തായാലും കുറവൊന്നും ഉണ്ടാവില്ല. അതൊരു മാക്സിമം ഉറപ്പായിട്ടും ഈ വണ്ടിയിലാണെങ്കിലും ഏത് വണ്ടിയിലാണെങ്കിലും കൊടുക്കും. എന്താ ഒരു സംഭവം എന്ന് വെച്ചാൽ ഹോണ്ടയും സോണിയും തമ്മിൽ ഒരു കൊളാബറേഷൻ ഉണ്ടായിരുന്നു ഇലക്ട്രിക് വാഹനങ്ങൾ ഇറക്കാൻ. അഫീല എന്ന് പറഞ്ഞൊരു വണ്ടിയായിട്ട്, അഫീല 1 എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് അവർ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ വണ്ടിയുടെ പ്രൊജക്റ്റും അവർ ആക്ച്വലി നിർത്തിയിട്ടുണ്ട്. സോ ഹോണ്ട ഇലക്ട്രിക് വാഹനങ്ങളിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പതുക്കെ അങ്ങ് ചവിട്ടിയിരിക്കുകയാണ് ബാക്കി വണ്ടികളുടെ കേസിൽ. ഈ വണ്ടി മാത്രമാണ് ഇപ്പോഴും നിലവിൽ നിലനിന്ന് പോകുന്നത്. അത് എത്ര കാലത്തേക്ക് പോകും എന്നുള്ളത് നമ്മളിനിയിപ്പോൾ കണ്ടറിയേണ്ടി വരും. കാരണം ബാക്കി വണ്ടികളിലെ എല്ലാത്തിൻ്റെയും മാനുഫാക്ചറിങ് കോസ്റ്റ് കൂടുതലാണ്. അവരിനി
വണ്ടി ഇറക്കിയാലും അത് വിറ്റ് പ്രോഫിറ്റൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കുറച്ചധികം കാലം എടുക്കും. അത്രയും കാലത്തേക്ക് സസ്റ്റൈനബിലിറ്റി അല്ലെങ്കിൽ ഈ വണ്ടികളുടെ സെയിൽസ് സസ്റ്റെയിൻ ചെയ്യാൻ തന്നെ പറ്റുമോ എന്നും അറിയില്ല എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ടാണ് ഈ മിക്ക വണ്ടികളുടെയും പ്രൊഡക്ഷനൊക്കെ നിർത്തിയത്. ഈ വണ്ടി നമുക്ക് ഇന്ത്യ എക്സ്ക്ലൂസീവായിട്ട് വരുന്നൊരു വണ്ടിയാണ്. ഇതിൻ്റെ പ്രൊഡക്ഷനൊക്കെ അവർ ഇന്ത്യയിൽ തന്നെയാണ് നടത്താൻ പോകുന്നത്. എന്നിട്ട് ഗ്ലോബൽ മാർക്കറ്റ്സിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനാണ് ഹോണ്ട പ്ലാൻ ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഈ വണ്ടി അവരിപ്പോഴും നിർത്താത്തത്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മുന്നിൽ കണ്ടിട്ടുണ്ടാവും. അല്ലാതെ ഒരു കമ്പനി ബാക്കി വണ്ടികളിലെ എല്ലാത്തിനും പരിപാടി നിർത്തിയിട്ട്, അതായത് നോർത്ത് അമേരിക്കൻ മാർക്കറ്റിന് വേണ്ടി ആയിരുന്നു അവർ 0 സീരീസ് വണ്ടികളെല്ലാം ഇറക്കിയിരുന്നത്. അവിടെ പെട്ടെന്ന് ഇലക്ട്രിക് വാഹനങ്ങളുടെ സെയിൽസിലെല്ലാം കുത്തനെ ഇടിവാണ് വന്നത്. ഇവിടെ പക്ഷേ ചിലപ്പം നമുക്ക് അങ്ങനെ ആക്ച്വലി ഇടിവായിട്ട് അങ്ങനെ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. നല്ല ഇലക്ട്രിക് വാഹനങ്ങൾ ഇറക്കുകയാണെങ്കിൽ 3000-4000 സെയിൽസ് കിട്ടാറുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കും അവർ കണ്ടിന്യൂ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. 2026-27 ഫൈനാൻഷ്യൽ ഇയറിൻ്റെ ഉള്ളിലാണ് അവർ ഈ വാഹനത്തിന് ലോഞ്ച് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഏകദേശം ഒരു 27 സ്റ്റാർട്ടിംഗ് ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ പ്രോപ്പർ കലണ്ടർ ഇയറിൽ ഈ വണ്ടി ലോഞ്ച് ആവുമായിരിക്കും. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻസിൽ പറഞ്ഞേക്കാം. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സസറീസ് ക്ലീൻ പ്രോഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് തീർച്ചയായും ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.